ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പ് നമ്മളുടെ മൊബൈലിലും അതേപോലെ തന്നെ നമ്മളുടെ ലാപ്ടോപ്പിലും കാണുവാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഫിഫ വേൾഡ് കപ്പ് നമുക്ക് നമ്മളുടെ മൊബൈലിൽ കാണുവാനായിട്ട് ഏറ്റവും ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ജിയോ സിനിമാസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ ജിയോ സിനിമാസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും സെനഗൽ വേഴ്സസ് നെതർലൻഡ്. ആ കളി ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഏത് കളിയാണോ ലൈവായിട്ട് നടക്കുന്നത് ആ കളി ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ലൈവ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഭാഗം കാണുവാൻ സാധിക്കും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കീ ടൂർണമെന്റ്സിൽ വരുവാണെങ്കിൽ ഫിഫ വേൾഡ് കപ്പ്, IPL, NBA, ലാലിഗ, അപ്പോൾ അതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഫിഫ വേൾഡ് കപ്പ് എടുക്കുവാണെങ്കിൽ നമ്മുടെ മാച്ച് 2 ഇംഗ്ലണ്ട് വേഴ്സസ് ഇറാൻ 6-2 ഇംഗ്ലണ്ട് ജയിച്ച കളി. അപ്പം ആ കളിയെല്ലാം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇപ്പം ഞാൻ എന്താ ഇവിടെ നമ്മളുടെ ഹോം പേജിൽ തന്നെ ഉണ്ടായിരുന്ന ഈ ഒരു വാച്ച് എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വാച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഏറ്റവും ആദ്യമേ ചിലപ്പോൾ ഒരു ആഡ് വരും. അത് നമുക്ക് ആ ഒരു ആഡ് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ കളി വരുന്നതാണ്. നമുക്ക് അത്ര നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് അവിടെ ആ ഒരു മാച്ച് ലൈവായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡീഫോൾട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് കമന്ററി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് കമന്ററി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് താഴെ കാണുവാൻ സാധിക്കും ലാംഗ്വേജ് എന്ന്. അത് ഇംഗ്ലീഷ് മാറ്റി നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ് വരും. ചിലപ്പം ആഡിന് ശേഷം നമുക്ക് വരാൻ പോകുന്നത് മലയാളത്തിലുള്ള കമന്ററി ആണ്. നമ്മൾ താഴോട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് ഇവരുടെ ടീം ലൈനപ്പ് കാണാൻ സാധിക്കും. ഇത് സെനഗലിൻ്റെ ലൈനപ്പാണ്. ഇനി നെതർലൻഡിലെ ലൈനപ്പ് 3-5-2 ആണ്. സെനഗൽ വരുമ്പം 4-5-1 ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ടീം ലൈനപ്പ് കാണാൻ സാധിക്കും. സ്റ്റാർട്ടിംഗ് 11 ആരൊക്കെ ഉണ്ടെന്നും എല്ലാം നമുക്ക് ഇങ്ങനെ താഴോട്ട് മാറ്റി വിടുവാണെങ്കിൽ ആരൊക്കെയുണ്ട് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സെനഗലിന് 47%, നെതർലൻഡ്സിന് 53% പൊസിഷൻ ഉള്ളത്. അപ്പം നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതുവരെ ആർക്കും ഒരു യെല്ലോ കാർഡോ റെഡ് കാർഡോ കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു ജിയോ സിനിമാസിലിരുന്ന് നമുക്ക് നമ്മളുടെ ഫിഫ വേൾഡ് കപ്പ് വളരെ അതിമനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫിഫ വേൾഡ് കപ്പ് നമ്മുടെ ലാപ്ടോപ്പിൽ കാണുവാനായിട്ട് നമുക്ക് സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ജിയോ സിനിമ തന്നെയാണ്. അപ്പം നമുക്ക് ജിയോ സിനിമ നമ്മളുടെ ലാപ്ടോപ്പിൽ എടുക്കുവാനായിട്ട് ഏറ്റവും ആദ്യമേ ഒരു ബ്രൗസർ എടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം എടുക്കുക. അതിനുശേഷം jiyocinema.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ജിയോ സിനിമ എന്ന് സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ വരുന്ന ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ജിയോ സിനിമയുടെ സൈറ്റിൽ പോകാം. എല്ലാന്നുണ്ടെങ്കിൽ jiyocinema.com എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പം നമ്മളെ നേരെ കൊണ്ടുപോകാൻ പോകുന്നത് ജിയോ സിനിമയുടെ വെബ്സൈറ്റിലോട്ടാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലൈവ് സെനഗൽ വേഴ്സസ് നെതർലൻഡ്സ്. നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ഇറാൻ 6-2 ഇംഗ്ലണ്ട് ജയിച്ച മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ കാണുവാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റുകയാണെങ്കിൽ ഓപ്പണിംഗ് സെറമണി നമുക്ക് അതിൻ്റെ ഇത് കാണാൻ സാധിക്കും. അപ്പം നമുക്കിങ്ങനെ മാറ്റി വിട്ടാൽ മാത്രം മതി. ഇപ്പം നമുക്ക് ഈ ഒരു ലൈവ് കാണുവാനായിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു മത്സരം ലോഡ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ നമുക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഫുൾ സ്ക്രീനിൽ ഇടാനുള്ള എല്ലാ ഓപ്ഷനും തന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ലാംഗ്വേജ് മാറ്റുവാനായിട്ട് ഇതിപ്പം ഇംഗ്ലീഷാണ് വന്നിരിക്കുന്നത്. ലാംഗ്വേജ് മാറ്റുവാനായിട്ട് ഈ ഒരു താഴത്തെ ഓഡിയോയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മലയാളം എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മലയാളം കമന്ററിയിലെല്ലാം നമുക്ക് ഫിഫ വേൾഡ് കപ്പ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആ സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇനി ക്വാളിറ്റി ഓട്ടോ ഉണ്ട്, അതേപോലെ തന്നെ ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്, ലോ ഉണ്ട്. അപ്പം അതുപോലെ എല്ലാം നമുക്ക് മാറ്റുവാൻ
സാധിക്കും. നമ്മൾ ഇങ്ങനെ താഴോട്ട് കുറച്ച് മാറ്റുകയാണെങ്കിൽ നമുക്കിതാ ഇവിടെ ഇതിൻ്റെ ലൈനപ്പ് കാണുവാൻ സാധിക്കും. സെനഗലിൻ്റെ സ്റ്റാർട്ടിംഗ് 11 ആരൊക്കെയുണ്ട്, അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആരൊക്കെയുണ്ട് എന്നെല്ലാം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ ആ നെതർലൻഡ്സിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെതർലൻഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ടീം സ്റ്റാറ്റ്സ് നൽകിയിട്ടുണ്ട്. യെല്ലോ കാർഡ് എത്ര എണ്ണം കിട്ടി, റെഡ് കാർഡ് എത്ര എണ്ണം കിട്ടി എന്നൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അറിയാൻ സാധിക്കും. ഇവിടെ ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പം അതുപോലെ നമുക്ക് ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് നെതർലൻഡ്സിനാണ് ഒരു യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കളറിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. സെനഗലിന് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറാണ് നെതർലൻഡ്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ആർക്കാണ് യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്നത്, റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ബാക്കിയുള്ള സ്ഥിരം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഫോർ എ ബെറ്റർ എക്സ്പീരിയൻസ് ഇൻസ്റ്റാൾ ദ ജിയോ സിനിമ PWA എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജിയോ സിനിമയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതിനകത്ത് തന്നെ കാണാൻ പോവുകയാണ്. ഇനി അതുമാത്രമല്ല, നമ്മൾ ജിയോ സിനിമയുടെ ഇതിനകത്ത് വരികയാണെങ്കിൽ കുറച്ച് താഴോട്ട് മാറ്റിയാൽ നമുക്ക് ഇവിടെ ലൈവ് കാണാൻ സാധിക്കും. ഇത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, ബംഗാളി, തമിഴ്. ഇനി നമ്മൾ കുറച്ച് താഴോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് മാച്ച് 3 സെനഗൽ വേഴ്സസ് നെതർലൻഡ്സ് എന്ന്. ഇനി ഫിഫ വേൾഡ് കപ്പ് 2022 ഹൈലൈറ്റ്സ്, ഇംഗ്ലണ്ട് വേഴ്സസ് ഇറാൻ ആണിത്. അതേപോലെ തന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് ഇറാൻ്റെ ഹിന്ദിയാണ്. അപ്പം ആ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിഫ വേൾഡ് കപ്പ് നമ്മുടെ ലാപ്ടോപ്പിൽ കാണുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. നമ്മൾ മൊബൈലിൽ നമ്മളുടെ കളി എടുത്ത സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മാച്ച് കാണുവാൻ സാധിച്ചില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിനകത്ത് ആ ഒരു മാച്ച് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ജിയോ സിനിമ അലോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കത് കാണുവാൻ സാധിക്കാത്തത്. നിങ്ങളുടെ മൊബൈലിൽ ജിയോ സിനിമ ഡൗൺലോഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ അത് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും മാച്ച് കാണുവാൻ സാധിക്കും. ആ ഒരു കമന്ററി കേട്ട സമയം ഫുള്ള് ആ ഒരു മാച്ച് അവിടെ ഓടുന്നുണ്ടായിരുന്നു. അത് എനിക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കത്തില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ടീമിന്റെ കൂടെയാണെന്നും കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.